നരികുളത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഐച്ഛികവും നിബന്ധനയും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാനാകാത്ത നരികുളത്തിന് ഏത് ലിറ്റർജിയിലാണ് ഡോക്ടറേറ്റ്? ഓപ്ഷൻസ്, വൈദ്യർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്: ഐച്ഛികം, റൂബ്രിക്കൽ റെഗുലേഷൻസ്, എല്ലാവരും ചെയ്യേണ്ട റൂബ്രിക്കൽ റെഗുലേഷൻസ്. ഇവ തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ കഴിയാത്ത നരികുളത്തിന് എന്ത് ഡോക്ടറേറ്റ് ആണുള്ളത്? എന്ത് ലിറ്റർജിക്കൽ ഡോക്ടറേറ്റ് ആണുള്ളത്? നരികുളത്തോട് ഒരു ചോദ്യം, വളരെ പ്രസക്തമായ ഒരു ചോദ്യം, മെത്രാന്മാരുടെ ഒരു അഭ്യർത്ഥന, വിമതർക്ക് ഒരു ഉപദേശം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് മിസ് ആകരുത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നരികുളം അച്ഛൻ്റെ കപട സത്യം അഥവാ നുണ നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ. ഏകം മീഡിയയിൽ ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നരികുളച്ചൻ്റെ പാർട്ട് 5 വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത്. പക്ഷേ അതിനു മുമ്പ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം നരികുളം അച്ഛനോട് ചോദിക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വെല്ലുവിളി. ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. 1992 സീറോ മലബാർ സഭ സൂയി യൂരിസ് സ്വയം ഭരണാവകാശമുള്ള സഭയായി മാറിയത്. എങ്കിലും ലിറ്റർജി സംബന്ധിച്ചും മെത്രാന്മാരുടെ നിയമനം സംബന്ധിച്ചുമുള്ള അധികാരം മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ പൗരസ്ത്യ കാര്യാലയത്തിൽ തന്നെയായിരുന്നു. മാർപ്പാപ്പയുടെ കയ്യിലായിരുന്നു, റോമിലായിരുന്നു. ലിറ്റർജി സംബന്ധിച്ച് സ്വയം ഭരണാവകാശം നമുക്ക് ലഭിച്ചത് 1998 1998. അതേ വത്സരത്തിലാണ് ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സമ്മേളിച്ചത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് പാലായിൽ വെച്ച് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഉണ്ടായിരുന്നു. സഭയുടെ ശബ്ദമാണ് അല്ലേ, എല്ലാം അൽമായരും സന്യസ്തരും വൈദികരും അവരുടെ പ്രതിനിധികളെല്ലാം. അപ്പോൾ ഒരു സഭയുടെ പരിച്ഛേദമാണ്, ആ സഭയുടെ ശബ്ദമാണ് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കേൾക്കുന്നത്. അതിൽ 1998 ഏറ്റവും ഉയർന്നു കേട്ട ഒരു ദൈവജനത്തിന്റെ സ്വരമായിരുന്നു കുർബാനയിൽ ഏകീകൃത രൂപം വരണം. കുർബാന അർപ്പിക്കുന്നത് ഏകീകൃത രീതിയിലായിരിക്കണം. അതിൽ വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് 1999 മെത്രാന്മാരുടെ സിനഡ് ദൈവജനം അത് ആഗ്രഹിക്കുന്നു, ഇത് ദൈവജനത്തിന്റെ സ്വരമാണല്ലോ എന്നതെല്ലാം പരിഗണിച്ച്, അതായത് ചിലര് മുഴുവൻ നേരവും കുർബാന സമയത്ത് ദൈവോന്മുഖം, ചിലര് മുഴുവൻ നേരം ജനാഭിമുഖം, അങ്ങനെയുള്ള ഈ പലതരത്തിലുള്ള കുർബാന അത് അവസാനിപ്പിച്ച് എല്ലാവരും കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതി വേണം. ഇപ്പം അതിനെ നമ്മൾ പറയുന്ന ഒരു നല്ലതല്ലാത്തൊരു വാക്കാണ് ഈ 50-50. അതൊരു ഒട്ടും നല്ല വാക്കല്ല, പക്ഷേ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറയുകയാണ്. അപ്പം ഈ ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിച്ചത് 1999 എല്ലാവരും ഒപ്പിട്ട് തീരുമാനിച്ചു, ധാരാളം ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. എറണാകുളത്തും അന്ന് ഒരു എതിർപ്പും അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2004, 2010, 2016 വത്സരങ്ങളിലൊക്കെ ഈ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് പിന്നീടും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, വെല്ലുവിളി ഇതാണ്. ഫാദർ നരികുളം, താങ്കൾ സിനഡൽ ന്യൂസ് അരിച്ചു പെറുക്കി വായിച്ചിട്ടാണ് ഈ ഒത്തുതീർപ്പൽ ഉതപ്പുകൾ എന്ന പുസ്തകം തയ്യാറാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. രേഖകളെല്ലാം പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനഡൽ ന്യൂസിൽ എവിടെയെങ്കിലും, നരികുളച്ചനോട്, സിനഡൽ ന്യൂസിൽ എവിടെയെങ്കിലും ഈ തീരുമാനത്തിന് ഒരു ഭേദഗതി വേണമെന്ന്, പുനഃപരിശോധന വേണമെന്ന് ഏതെങ്കിലും സിനഡിൽ, ഏതെങ്കിലും സെഷനിൽ, ഏതെങ്കിലും മെത്രാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ സിനഡൽ ന്യൂസ് അനുസരിച്ച്, അല്ലെങ്കിൽ സിനഡിന്റെ വാർത്തകളാണല്ലോ അത്, ഏതെങ്കിലും സിനഡിൽ, ഏതെങ്കിലും ഒരു സെഷനിൽ, ഏതെങ്കിലും ഒരു മെത്രാൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മെത്രാൻ ഈ 1999 തീരുമാനത്തിന്, ഏകീകൃത കുർബാന വേണമെന്ന തീരുമാനത്തിന്
ഒരു പുനഃപരിശോധന, ഒരു മാറി ചിന്തിക്കണമെന്ന് ഏതെങ്കിലും സിനഡിൽ ഏതെങ്കിലും മെത്രാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സിനഡൽ ന്യൂസിൽ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഈ ഏകീകൃത കുർബാന എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും മെത്രാൻ ഏതെങ്കിലും സിനഡിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സിനഡൽ ന്യൂസിൽ എവിടെയെങ്കിലും അങ്ങക്ക് അത് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് റീതിങ്ക് ചെയ്യണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും മെത്രാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനഡിൽ? അന്നുള്ള മെത്രാന്മാരല്ല ഇപ്പോഴുള്ളത്. അതിനാൽ തീരുമാനം പരിശോധിക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ടവരോ അല്ലാത്തവരോ ആയ ഏതെങ്കിലും ബിഷപ്പ് ഏതെങ്കിലും സിനഡിൽ ഏതെങ്കിലും സെഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അത് ആവർത്തിക്കുന്നതിന് കാരണമുണ്ട്. വെല്ലുവിളിയാണത്. വെല്ലുവിളി തിരിച്ചറിയണം. പിന്നെ ഫാദർ നരികുളം, എന്തുകൊണ്ടാണ് ഇത് പാളിപ്പോയ തീരുമാനമെന്ന് താങ്കൾ നാഴികയ്ക്ക് 40 നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ 2021 അന്തിമമായി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ പ്രക്ഷോഭവും കലാപവുമായി ഇറങ്ങിത്തിരിച്ചത്, കലാപത്തിന് അങ്ങ് ആഹ്വാനം ചെയ്തത്? അതിനുശേഷവും എല്ലാ പിതാക്കന്മാരും ഒപ്പിട്ട രേഖയിലും ഇത് എറണാകുളത്ത് നടപ്പാക്കണമെന്നല്ലേ പറഞ്ഞത്? എറണാകുളത്ത് നിന്നുള്ള മെത്രാന്മാരടക്കം. അതിനാൽ സിനഡൽ ന്യൂസ് തുടങ്ങി കിട്ടാവുന്ന രേഖകളൊക്കെ പരിശോധിച്ച് സത്യം പറയുന്നു എന്ന് നരകുളച്ചന്റെ പ്രസ്താവന അത് വലിയൊരു നുണയാണ്. 1999 മുതൽ ഇതുവരെയുള്ള ഒരു സിനഡിലും ഒരു മെത്രാനും ആ ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനം എടുത്തത് പുനഃപരിശോധിക്കണമെന്നോ, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നടപ്പാക്കാൻ പറ്റില്ലെന്നോ, മാറി ചിന്തിക്കണമെന്നോ, ഞങ്ങൾ അന്നത്തെ മെത്രാന്മാരായിരുന്നില്ല, ഇപ്പൊ നമുക്ക് മാറി ചിന്തിക്കണം എന്നൊന്നും ഒരാളും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഒരു സിനഡിലും പറഞ്ഞിട്ടില്ല, ഒരു സെഷനിലും പറഞ്ഞിട്ടില്ല. നരികുളത്തോട് ഞാൻ വെല്ലുവിളിക്കാണ് മറിച്ച് തെളിയിക്കാൻ. ഇനി നരികുളച്ചന്റെ ഈ പാർട്ട് 5 ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അദ്ദേഹം ഏക മീഡിയയിൽ പാർട്ട് 5, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ പറയുകയാണ്. അത് ഞാൻ വായിച്ചതിന് ശേഷം, അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഓരോന്നിനും മറുപടി തരാം. അദ്ദേഹം എന്താ പറഞ്ഞത് എല്ലാവരും ചിലപ്പോൾ ഏക മീഡിയ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നരികുളച്ചന്റെ വാക്കുകളാണ്. ഏകീകൃത കുർബാന എന്നത് ഈ 50-50 ഫോർമുല അംഗീകരിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പുസ്തകത്തിൽ അനുബന്ധമായിട്ട് സീറോ മലബാർ സഭയിൽ സഭ അംഗീകരിച്ചിട്ടുള്ള 47 വൈവിധ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ വൈവിധ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് 50-50 ഫോർമുല എന്ന് പറയുക. ഒന്നാം ഭാഗം, അതിനെക്കുറിച്ച് നമുക്ക് എതിരഭിപ്രായമുണ്ട്, അത് പിന്നെ പറയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട്. ഒന്നാം ഭാഗം ജനാഭിമുഖമായും 2ാം ഭാഗം അൾത്താരാഭിമുഖമായും ചൊല്ലുക. അതൊരു ഫോർമുല മാത്രമാണ്, ഒരു ഏകീകരണം മാത്രമാണ്, ഒരു ഫോർമുല. ഇതുകൂടാതെ ഏകീകരിക്കാതെ ഇന്ന് സീറോ മലബാർ സഭയിൽ ചൊല്ലുന്ന 19 തരം രീതികളുണ്ട്. വിരിയുടെ കാര്യം, ദേവാലയ വിരിയില്ലാതെ ചൊല്ലുന്ന കുർബാനയുടെ കാര്യം, കുരിശ് വരച്ചുകൊണ്ട് കുർബാന ചൊല്ലുന്നവരുണ്ട്, ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട് കുരിശ് വരയ്ക്കുന്നവരുണ്ട്, 3 പ്രാവശ്യം ചൊല്ലുന്നതിന് പകരം 2 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, 1 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്. അങ്ങനെ ഇതിന്റെ അനുബന്ധത്തിൽ ഒരു 47-48 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ള കുർബാനക്രമമാണിത് സഭ അംഗീകരിച്ചത്. ആളുകൾ സ്വന്തമായി ചേർക്കുന്ന നടത്തുന്ന വൈവിധ്യങ്ങൾ വേറെ, സ്പോണ്ടേനിയസ്, അതൊക്കെ നമ്മൾ നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം പിന്നെയും പറയുന്നത് അതൊക്കെ ഉണ്ടെന്ന് പോട്ടെ. സഭ അംഗീകരിച്ച വൈവിധ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരംഭത്തിൽ സ്വർഗസ്ഥനായ പിതാവേ, അവസാനത്തിൽ സ്വർഗസ്ഥനായ പിതാവേ, ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ്, ഐച്ഛികങ്ങൾ കൊടുത്തിട്ടുണ്ട്. 20-22 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കാഴ്ചവെപ്പ് പ്രദക്ഷിണമുണ്ട്. ഇങ്ങനെ ധാരാളം വൈവിധ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വൈവിധ്യം മാത്രം എടുത്തിട്ട്, അതായത് ജനാഭിമുഖം അൾത്താരാഭിമുഖം എന്ന് പറഞ്ഞ ആ ഏകീകൃതം ഇല്ലേ, അത് മാത്രം എടുത്തിട്ട് അങ്ങനെ ചൊല്ലിയാൽ ഏകീകൃത കുർബാനയാകും എന്ന് പറയുന്നതിൽ ഒരു കഥയില്ലായ്മയുണ്ട്. 47-48 വൈവിധ്യങ്ങൾ ഉള്ളപ്പോൾ ഇല്ലേ, ഇത് മാത്രം എടുത്തിട്ട് 50-50 മാത്രം എടുത്തിട്ട് അത് ചെയ്താൽ ഏകീകൃതമാകുമെന്ന് പറയുന്നതിൽ ഒരു കഥയില്ലായ്മയുണ്ട്. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. ആ കഥയില്ലായ്മ കൃത്യമായി മനസ്സിലാക്കുന്നതിനായിട്ട്, എന്നിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് പോയിരിക്കുക, പിന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ വൈവിധ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഏകീകരണം നടന്നിട്ടില്ല. 50ഓളം വൈവിധ്യങ്ങളുണ്ട്. മാത്രമല്ല 2 തരം തക്സ പോലും ഈ കുർബാനയ്ക്കുണ്ട്.
ഔദ്യോഗികമായി അംഗീകരിച്ചത്. സാധാരണ കുർബാനയ്ക്കും ആഘോഷമായി കുർബാനയ്ക്കും ഒന്നിന് 500 ചില്ലാനും പേജുകളുണ്ട്, മറ്റൊന്നിന് 400 ചില്ലാനും പേജുകളുണ്ട്. അതുപോലെ ധാരാളം പ്രാർത്ഥനകളുടെ വൈവിധ്യമുണ്ട്. ഇത്രയും വൈവിധ്യങ്ങളുള്ള സ്ഥലത്താണ് ഈ ഒരു കാര്യം, ഈ 50-50 ഫോർമുല അംഗീകരിച്ചു കഴിഞ്ഞാൽ സഭയിൽ ഏകീകരണമായി എന്ന തെറ്റിദ്ധാരണ പരത്താനായി ശ്രമിച്ചത്. അതുപോലെ ഒരു തെറ്റിദ്ധാരണയാണ് ഇല്ലിസിറ്റ് കുർബാന എന്ന് പറയുന്നത്. ആര് നിയമം എഴുതിയാലും ആര് നിയമം തെറ്റിച്ചാലും അത് ഇല്ലിസിറ്റ് ആയി കഴിഞ്ഞു. ഇന്നലെ വരെ എല്ലാവരും വാലിഡായും ലിസിറ്റായും ചൊല്ലിയിരുന്ന കുർബാന ഒരു പേനത്തുമ്പത്ത് ഒരു പ്രസ്താവന വന്നപ്പോൾ അത് ഇല്ലിസിറ്റായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആഭിചാര കുർബാനയാണ്, മാർപ്പാപ്പയ്ക്കെതിരെ പ്രവൃത്തിയാണ്, അനുസരണമില്ലായ്മയുടെ കുർബാനയാണ്, പിശാചുക്കളുടെ കുർബാനയാണ്, സാത്താൻ കുർബാനയാണ്, എന്തെല്ലാം പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. സഭയെ സംരക്ഷിക്കാൻ സഭയുടെ വിശ്വസ്തർ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവർ പറഞ്ഞു കൂട്ടുന്ന നുണകൾ നമുക്ക് ദിവസവും എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ഇതെല്ലാം നരികുളച്ചന്റെ വാക്കുകളാണ്. വൈവിധ്യങ്ങളെ പൂരിതമായ കുർബാനക്രമമാണ് നമുക്കുള്ളത്. പിന്നെ ലോകത്ത് എവിടെയാണ് യൂണിഫോമിറ്റി ഉള്ളത്? ഫ്രാൻസിസ് മാപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് യൂണിഫോമിറ്റിയാണ് സഭയിൽ കലാപമുണ്ടാക്കുന്നത്. ഏകീകരണത്തിന്റെ സ്വേച്ഛാധിപത്യം. എല്ലാവരും ഞാൻ പറയുന്ന പോലെ ചെയ്താൽ സമാധാനം ഉണ്ടാകുമെന്ന് പറയുന്നത് തികച്ചും മൂഢമായിട്ടുള്ള പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ് വൈവിധ്യങ്ങളുള്ള നിരവധി സഭകളുള്ളത്? യൂണിഫോമിറ്റികളല്ലല്ലോ എല്ലാ സഭകളിലും ഉള്ളത്. ലത്തീൻ സഭയിൽ തന്നെ വൈവിധ്യങ്ങളില്ലേ? മിലാനിൽ ഉപയോഗിക്കുന്നത് അംബ്രോസിയൻ കുർബാനക്രമമാണ്. ടൊളോദയിൽ സ്പെയിനിൽ സ്പാനിഷ് കുർബാനക്രമമാണ്. വ്യത്യസ്തമായ കുർബാനക്രമം ഐക്യത്തിന് തടസ്സമല്ല. ഐക്യത്തിന് തടസ്സമായി വരുന്നത് മനുഷ്യന്റെ കുബുദ്ധിയും ദുർബുദ്ധിയും നുണകളുമാണ് അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമായി തീരുക. വൈവിധ്യങ്ങൾ ഒരിക്കലും ഐക്യത്തിന് തടസ്സമാകില്ല. ഇത്രയുമാണ് നരികുളച്ചൻ ആ ഏക മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പാർട്ട് ഞാൻ അതിൻ്റെ അതിൻ്റെ ഒന്നുകൂടി കേൾക്കാം. അതായത് അതിന് ഉത്തരം കൊടുക്കാനായിട്ട്. ഏകീകൃത കുർബാന എന്നത് ഈ 50-50 ഫോർമുല അംഗീകരിക്കുന്നതാണ്. എൻ്റെ പുസ്തകത്തിൽ 47 വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ 50-50. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേവാലയ വിരി ഉപയോഗിക്കാതിരിക്കാം. പിന്നെ കുരിശ് വരച്ച് കുർബാന ചൊല്ലാതിരിക്കാം. ഇടത്തുനിന്ന് വലത്തോട്ട് കുരിശ് വരയ്ക്കാം, വലത്തുനിന്ന് ഇടത്തോട്ട് കുരിശ് വരയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഐച്ഛികങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ നരികുളച്ചോ അച്ഛനും അച്ഛൻ്റെ ഗ്രൂപ്പ് വിമത ഗ്രൂപ്പും നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നതിൻ്റെ പേരിലല്ലേ ഈ ഓപ്ഷൻസ് അനുവദിച്ച് തന്നത്? ഞങ്ങൾ സുറിയാനി കത്തോലിക്കര് ഇത്രമാത്രം വൈവിധ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നവരല്ലേ? എല്ലാവരുടെയും ദൈവാലയ വിരി വേണം, എല്ലാവരും വലത്ത് നിടത്തോട്ട് കുരിശ് വരയ്ക്കണം, അത് കുരിശ് വരച്ചോണ്ട് കുർബാന തൊല്ലാൻ പാടില്ല, പുക്താനഹോൻ പുക്താനത്തെ മിശിക് എന്ന് വെട്ടം കുർബാന തുടങ്ങാൻ കുരിശ് വരയ്ക്കുമ്പോൾ വലത്ത് നിടത്തോട്ട് കുരിശ് വരയ്ക്കണം എന്നെല്ലാം പറഞ്ഞ് ഇത്രമാത്രം വൈവിധ്യങ്ങൾ പാടില്ല എന്നല്ലേ സുറിയാനി കൽദായ കത്തോലിക്കരായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ സ്വതന്ത്ര സഭ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ വൈവിധ്യങ്ങൾ വേണമെന്ന് പറഞ്ഞത്? അപ്പോൾ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയത് സുറിയാനി കൽദായ കത്തോലിക്ക സഭയല്ല, വിമതര്, നിങ്ങൾ സ്വതന്ത്ര സഭ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വൈവിധ്യങ്ങൾ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടത്. അല്ലാതെ ഈ വൈവിധ്യങ്ങൾ നിങ്ങൾ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ സഭയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് വിട്ടുവീഴ്ച ചെയ്തതാണിത്. അതുകൊണ്ട് വാസ്തവത്തിൽ അങ്ങ് പറഞ്ഞത് വാസ്തവ ഒത്തുതീർപ്പൽ ഉതപ്പുകൾ. ഇതിൽ ഞങ്ങളാണ് ഒത്തുതീർപ്പ് ചെയ്തത്. എന്താണ്? ദേവാലയ വിരി പറ്റില്ലെന്ന് നിങ്ങൾ വാശി പിടിച്ചപ്പോൾ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആവട്ടെ, നിങ്ങളുടെ സ്ഥലത്ത് കുരിശ് വരയ്ച്ചുകൊണ്ട് കുർബാന ചൊല്ലണമെന്ന് നിങ്ങൾ വാശി പിടിച്ചപ്പോൾ അത് ശരിയല്ലെങ്കിലും അങ്ങനെ ആകട്ടെ, ഇല്ലേ? വലത്ത് നിടത്തോട്ട് കുരിശ് വരയ്ക്കണം ഞങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറഞ്ഞു ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വാശിയാണ് ഈ വൈവിധ്യങ്ങളായി മാറിയത്. ഈ വൈവിധ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് വാശി പിടിച്ചതെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എന്താണ്? ഈ ജനാഭിമുഖ കുർബാന എന്ന വൈവിധ്യം നിങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടാൻ 47 വൈവിധ്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ തന്നെ വൈവിധ്യങ്ങൾ ആവശ്യപ്പെടുക, എന്നിട്ട് ആ വൈവിധ്യങ്ങൾ അടിസ്ഥാനത്തിൽ ഏകീകൃത കുർബാന വേണ്ടെന്ന് സ്ഥാപിക്കുക. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? എന്ത് സത്യം? നിങ്ങളുടെ ആ കപടത മാത്രമല്ല, കുതന്ത്രം അതിനകത്ത് ഇല്ലേ? കുറെ വൈവിധ്യങ്ങൾ ചോദിച്ചാൽ ഏകീകൃത കുർബാന എന്ന 50-50 എന്ന സംഗതിയും വൈവിധ്യങ്ങളെ കൂട്ടത്തിൽ പെടുത്താം എന്ന് നിങ്ങൾ കുബുദ്ധിയിൽ ആലോചിച്ചു. അതിനുവേണ്ടി നിങ്ങൾ ഈ വൈവിധ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പറയുന്നത് വൈവിധ്യങ്ങൾ പാടില്ലെന്ന് തന്നെയാണ്. എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിൽ ദേവാലയ വിരിയിട്ട് ഇല്ലേ കുർബാന ആരംഭിക്കണം, കുർബാന ചൊല്ലണം. പിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കുരിശ് വരച്ചുകൊണ്ട് കുർബാന ചൊല്ലാൻ പാടില്ല. പുക്താന ഹോൻ പുക്താന ദമിശക അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.
അതാണ് ഏകീകൃത രൂപം. അങ്ങ് പറഞ്ഞവരും ഞങ്ങൾ യോജിക്കുകയാണ്. ഇപ്പൊ ഇത്രമാത്രം വൈവിധ്യം വരുമ്പോൾ ഏകീകൃതം സ്വഭാവം കുറയും. അതുകൊണ്ട് എറണാകുളത്ത് ദേവാലയബലി വേണം. നിങ്ങൾ കുരിശ് വരയ്ക്കുന്ന വലത്ത് നിരത്തോട്ടായിരിക്കണം. കുരിശ് വരച്ചുകൊണ്ട് കുർബാന തുടങ്ങരുത്. ഈ 47 വൈവിധ്യങ്ങൾ മിക്കതും നിങ്ങൾ എടുത്ത് കളയേണ്ടതാണ്. അപ്പോഴാണ് ഏകീകൃത കുർബാന വരൂ. അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഞാനത് പല പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഇനി വീണ്ടും അങ്ങയുടെ വാക്കിലേക്ക്, നരികുളത്തിന്റെ വാക്കുകളിലേക്ക്. ഇത്രമാത്രം വൈവിധ്യങ്ങളെ കുർബാനക്രമമാണിത് സഭ അംഗീകരിച്ചത്. ആളുകൾ സ്വന്തമായി ചേർക്കുന്ന നടത്തും വൈവിധ്യങ്ങൾ വേറെ. അത് പാടില്ല. അതങ്ങനെ പറയാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മുടെ സ്വയം പ്രേരിത പ്രാർത്ഥനയുടെ വിലയുള്ളൂ ഈ ലിറ്റർജിക്കെന്നാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും നമ്മളുമെല്ലാം ചേർന്ന് സ്വർഗീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നടത്തുന്ന സഭയുടെ ഔദ്യോഗികമായ ആരാധനയാണ്. അതുകൊണ്ടാണ് മാലാഖമാരോട് ചേർന്നല്ലേ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധരോട് ചേർന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ആ ലിറ്റർജിയും സ്വയം പ്രേരിത പ്രാർത്ഥന, നമ്മൾ ഇല്ലേ വായിട്ടടിക്കുന്ന സ്വയം പ്രേരിത പ്രാർത്ഥനയും ഒന്നാക്കുന്ന അല്ലെങ്കിൽ ഒന്നാണെന്ന് കരുതുന്ന അങ്ങയുടെ ലിറ്റർജി സെൻസ് വളരെ മോശമാണ്. അങ്ങക്ക് അങ്ങയുടെ ലിറ്റർജിയിലെ ഡോക്ടറേറ്റ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 20-22 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ കാഴ്ചവെപ്പ് പ്രദക്ഷിണമുണ്ട് എന്നെല്ലാം എന്നിട്ട് പറയാണ് ഇത്രമാത്രം വൈവിധ്യങ്ങൾ ഉള്ളപ്പോൾ ഈ 50-50 കൂടി ആ വൈവിധ്യത്തിൽ ചേർത്തോടെ. ഇതാണ് അങ്ങയുടെ ആർഗ്യുമെന്റ് അല്ലേ, നരികുളച്ചനോട് ചോദിക്കുന്നത്, കേൾക്കുന്നവരോടും. അതായത് ഇത്രമാത്രം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വൈവിധ്യങ്ങളുടെ കൂട്ടത്തിൽ 50-50 എന്നുള്ളതിനും ഇല്ലേ, അതിനും ഒരു വൈവിധ്യമായിട്ട് എറണാകുളത്ത് ജനാഭിമുഖ കുർബാന അനുവദിച്ചുകൂടെ? ഇതെല്ലാം അങ്ങയുടെ ചോദ്യം. എനിക്ക് അങ്ങയോടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ചോദ്യം മറിച്ച് ചോദിക്കാനുള്ളതാണ്. സഭയുടെ മെത്രാമാർ അംഗീകരിച്ച ഈ ഐച്ഛികങ്ങൾ ഓപ്ഷൻസ് പോലെയാണോ മാർപ്പാപ്പ മുതൽ പൗരസ്ത്യ കാര്യാലയം തൊട്ട് മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങി സകല മെത്രാമാരും സഭാധികാരികൾ മുഴുവനും ഏകീകൃത രീതിയിൽ ചൊല്ലണമെന്ന് നൽകിയ കൽപ്പന, റൂബ്രിക്കൽ റെഗുലേഷൻ? ഓപ്ഷൻസ് ഐച്ഛികങ്ങളും റൂബ്രിക്കൽ റെഗുലേഷൻ തമ്മിലുള്ള അന്തരം അങ്ങേക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? വൈദികർക്ക് ഐച്ഛികങ്ങൾ കൊടുത്തിട്ടുണ്ട്, മെത്രാമാര് കൽപ്പിച്ച് നൽകിയത്. അതേ മെത്രാമാര് മുകളിലോട്ട് പോയാൽ മാർപ്പാപ്പ വരെ, മാർപ്പാപ്പ തൊട്ട് സകല മെത്രാമാരും ഏകീകൃത കുർബാന എന്ന് പറഞ്ഞാൽ 50-50 ആണെന്ന് പറഞ്ഞ് കൃത്യമായി, അതേക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടതാണ്, രേഖപ്പെടുത്തി നൽകിയ ആ റൂബ്രിക്കൽ റെഗുലേഷനും മെത്രാമാര് തന്നെ വൈദികർക്ക് വേണമെങ്കിൽ ഇങ്ങനെയാകാമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഐച്ഛികങ്ങൾ, ഓപ്ഷൻസ്, അവ തമ്മിലുള്ള അന്തരം അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങയുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഈ അനുഷ്ഠാന നിബന്ധന എന്ന് പറയുന്നതും ഐച്ഛികം എന്ന് പറയുന്നതും ഓപ്ഷൻസും റൂബ്രിക്കൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഇവ തമ്മിലുള്ള അന്തരം അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങയുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു മെത്രാൻസൻ എന്നോട് ചോദിച്ചത്, ഇയാൾക്ക് എന്നാ ലിറ്റർജി ഡോക്ടറേറ്റ് ഉണ്ടെന്നാ പറയണേ? നരികുളച്ചന് എന്നാ ലിറ്റർജി ഡോക്ടറേറ്റ് ഉണ്ടെന്നാ പറയണേ? ഈ ഓപ്ഷൻസും റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻ തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ? അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അന്തരം പോലും തിരിച്ചറിയാത്ത നരികുളത്തിന് എന്ത് ഡോക്ടറേറ്റ് ആണുള്ളത്, ലിറ്റർജി ഡോക്ടറേറ്റ് ആണുള്ളത്? ഞാൻ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഗുണമേന്മ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ ടോം പാറേക്കടെന്ന് പറഞ്ഞ അച്ഛൻ ഇട്ടിരിക്കുകയാണ്. സഭയുടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തത്. ഡോക്ടറിന്റെ ഗുണമേന്മയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഡോക്ടറേറ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഡോക്ടറിന്റെ ഗുണമേന്മയെ ഗൗരവമായിട്ട് സംശയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ അത് ആവർത്തിക്കുന്നു. നമ്മുടെ നാട്ടില് ചങ്ങമ്പുഴയുടെ വാഴക്കൊല വൈലോപ്പള്ളിയുടേതാണെന്ന് എഴുതിയ ചിന്താ ജെറോമിനും ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിരിക്കുന്ന നാടാണ് നമ്മുടേത്. ചങ്ങമ്പുഴയുടെ വാഴക്കൊല അത് വൈലോപ്പള്ളി എഴുതിയതാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറേറ്റ് തീസിൽ എഴുതിയിരിക്കുന്ന അവർക്കും കിട്ടിയ ഡോക്ടറേറ്റ്. ഡോക്ടറേറ്റ് കിട്ടിയ എന്തുമാത്രം ആളുകൾ മനുഷ്യരുടെ ലോകത്തുണ്ട്, അവർക്കൊക്കെ വിവരമുണ്ടോ? ഡോക്ടറേറ്റ് കിട്ടിയതിന് ശേഷം അവർ എന്തെങ്കിലും കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്റലക്ച്വൽ ആയിട്ട്, ധിഷണാപരമായിട്ട് എന്തെങ്കിലും അവർ സംഭാവന ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഡോക്ടറേറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ഗുണമേന്മയല്ല. ആ ഡോക്ടറേറ്റിന്റെ വെളിച്ചത്തിൽ എന്ത് നന്മയാണ് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളത്, അതെല്ലാം വെച്ചിട്ടുള്ള ഈ വകതിരിവ് വേണ്ടേ? ഐച്ഛികം ഇല്ലേ, ഓപ്ഷൻ,
അതുപോലെ റൂബ്രിക്കൽ റെഗുലേഷൻ, ഇവ തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു വൈദികൻ 40 കൊല്ലോ 50 കൊല്ലോ ഈ സെൻട്രൽ ലിറ്റർജി കമ്മിറ്റിയിൽ എങ്ങനെ ഇരുന്നു? വീണ്ടും നരികുളത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാ വൈവിധ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഏകീകരണം നടന്നിട്ടില്ല. 50ഓളം വൈവിധ്യങ്ങളുണ്ട്. മാത്രമല്ല 2 തരം തക്സ പോലും ഈ കുർബാനയ്ക്കുണ്ട്, ഔദ്യോഗികമായി അംഗീകരിച്ചത്. സാധാരണ കുർബാനയ്ക്കും ആഘോഷമായ കുർബാനയ്ക്കും. ഈ റാസ കുർബാനയുടെ ടെക്സ്റ്റ് 1986 മാർപ്പാപ്പ വന്നപ്പോൾ ചൊല്ലിയ ടെക്സ്റ്റ് റാസ കുർബാന എന്ന ടെക്സ്റ്റാണ്. റാസ കുർബാന നമുക്ക് ഒറ്റ കുർബാനയേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ കുർബാന ഒറ്റ ടെക്സ്റ്റായിരുന്നു. അതിൽ റാസയ്ക്ക് ചൊല്ലേണ്ടത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റാസ അല്ലെങ്കിൽ ആഘോഷ കുർബാനയ്ക്കുള്ളത് വേറെ തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ കുർബാനയ്ക്കുള്ളത് ഒറ്റ ടെക്സ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2 ടെക്സ്റ്റ് വേണമെന്ന് വാശി പിടിച്ചത് നരികുളച്ചനല്ലേ? ഞങ്ങൾ പറഞ്ഞ ഒറ്റ ടെക്സ്റ്റ് മതി. അതിനകത്ത് റാസ ചൊല്ലുമ്പോൾ ചൊല്ലേണ്ടത് ഇല്ലേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിന്റെ 30 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഈ റാസ കുർബാനയും ആഘോഷമായ കുർബാനയും സാധാരണ കുർബാനയും ഒക്കെ ഉള്ള ആ ടെക്സ്റ്റ് 30 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയാമായിരുന്നു. അന്ന് ഞാൻ എന്താ പറയുക, ഞാനൊരു ഫിലോസഫി സ്റ്റുഡൻ്റ് ആണ്. തിയോളജിയിലേക്ക് എത്തിയിട്ടുണ്ട്. അച്ഛനായിട്ടില്ല. 22-23 വയസ്സോ എനിക്കുള്ളൂ അന്ന് ഞാൻ 30 കോപ്പി വാങ്ങിച്ചു വെച്ചു. കാരണം അങ്ങയെപ്പോലുള്ള ലിറ്റർജിസ്റ്റുകൾ സഭയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് മുൻകൂട്ടി ഒരു തോന്നലുണ്ടായിരുന്നു. നിങ്ങൾ ഇതെല്ലാം വളച്ചൊടിക്കുമെന്നും ഇങ്ങനെ ഈ നുണകൾ സത്യമായി പ്രചരിപ്പിക്കുമെന്നും ഒരു ഇൻഡിവിഷൻ, ഒരു ഉൾക്കാഴ്ച പോലെ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ 30 കോപ്പി കാശ് കൊടുത്ത് ഞാൻ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ വൈദിക വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ? ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചോദിച്ചത്. റാസക്കുർബാന എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ റാസക്കുർബാന ഒറ്റ ടെക്സ്റ്റ്, അതിനകത്ത് റാസ ചൊല്ലാനുള്ളത്, ആഘോഷ കുർബാന ചൊല്ലാനുള്ളത്. അപ്പൊ ഈ 2 ടെക്സ്റ്റ് പോലും ഉണ്ടെന്ന് അങ്ങ് പറയുന്നത്. അങ്ങ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടു. എന്താണ്? വൈവിധ്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ എറണാകുളം രൂപതയ്ക്ക് തനിച്ചായ ഒരു വൈവിധ്യ കുർബാന കിട്ടുമെന്നുള്ള ആ ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ ഇത്രമാത്രം വൈവിധ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. കുടില ബുദ്ധിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സത്യം തിരിച്ചറിയാൻ പറ്റാത്തത്, നിങ്ങൾക്ക് സഭയോട് കൂടെ നിൽക്കാൻ പറ്റാത്തത്, മാർപ്പാപ്പയെ അനുസരിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നമുണ്ട്. അത് വേറെ ആർക്കോ അടിയറ വെച്ചിരിക്കുക, നമ്മുടെ കർത്താവ് ഈശോമിശിഹയ്ക്കല്ല. എന്നിട്ട് അങ്ങയുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ഞാൻ പറയാൻ പോകുന്ന അടുത്ത സംഗതിയാണ്. അതുപോലൊരു തെറ്റിദ്ധാരണയാണ് ഇല്ലിസിറ്റ് കുർബാന എന്ന് പറയുന്നത്. ആര് നിയമം എഴുതിയാലും ആര് നിയമം തെറ്റിച്ചാലും അത് ഇല്ലിസിറ്റായി കഴിഞ്ഞു. ഇന്നലെ വരെ എല്ലാവരും വാലിഡായും ലിസിറ്റായും ചൊല്ലിയിരുന്ന കുർബാന ഒരു പേനയുടെ തുമ്പത്ത് ഒരു പ്രസ്താവന വന്നപ്പോൾ അത് ഇല്ലിസിറ്റായി മാറുന്നു. അങ്ങയുടെ നരികുളമച്ചൻ, അങ്ങയുടെ തലയ്ക്ക് ഓളം വല്ലതുണ്ടോ ശരിക്കും? പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പം എനിക്കൊരു ചെറിയ സംശയം, അങ്ങയുടെ സ്ഥിരബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അധികാരമുള്ള ആളുടെ പേനത്തുമ്പലിൽ തന്നെയല്ലേ കാര്യം ഇരിക്കുന്നത്? ഒരു ജഡ്ജി ഇല്ലേ, നിയമസഭ പാസാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമം ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജഡ്ജി എടുത്തിട്ട് പേനയിൽ എഴുതിയാൽ ആ നിയമം റദ്ദാക്കപ്പെടില്ലേ? ആ ജഡ്ജിയുടെ പേനത്തുമ്പിന് വിലയില്ലേ? അദ്ദേഹം ആ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടല്ലേ അത്? അങ്ങനെയല്ലേ? ഈ അങ്ങ് ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കാറുണ്ടോ നരികുളമച്ചൻ? എൻ്റെ കയ്യിലൊരു 500 നോട്ടുണ്ട്. ഇതിനകത്ത് ഈ കടലാസ് കഷ്ണത്തിന് എങ്ങനെയാണ് 500 രൂപയുടെ മൂല്യം വരുന്നത്? എങ്ങനെയാണ്? ഇവിടെ ഒരു വാചകം ഞാൻ വായിക്കാം. ഈ നോട്ടിനകത്തുള്ളത്, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 500 rupees. എന്നിട്ട് താഴെ ഒരു ഒപ്പുണ്ട്. ആരുടെ? റിസർവ് ബാങ്ക് ഗവർണറുടെ. റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഏത് നോട്ട് എടുത്ത് നോക്കിക്കോളൂ, അവിടെ ഒരു വാചകമുണ്ട്, ഞാൻ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നത്? ഇത് ആര് കൈവശം വെക്കുന്നുവോ ആ ആൾക്ക് 500 രൂപയുടെ മൂല്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ടൊരു ഒപ്പിട്ടിരിക്കുക. ആ അധികാരമുള്ള ആൾ ഒപ്പിട്ടത് കൊണ്ടാണ് ഈ കടലാസ് കഷ്ണത്തിന് 500 രൂപയുടെ മൂല്യമുള്ളത്. അപ്പോൾ ഒപ്പ് ഇല്ലേ, ആ ഒപ്പിന് വളരെ പ്രധാനപ്പെട്ടതല്ലേ അധികാരിയുടെ ഒപ്പ്, പേനത്തുമ്പന്റെ വില. ഇത് തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിവില്ലേ? നരേന്ദ്രമോദി ഒരു രാത്രി വന്നിട്ട് നോട്ട് നിരോധിച്ചു. അതുവരെ വാലിഡും ലിസിറ്റ് ആയിരുന്നത് പിറ്റേ ദിവസം നേരം അർദ്ധരാത്രി മുതൽ
അത് ലിസിറ്റ് അല്ല, വാലിഡ് അല്ല. അയ്യോ ഇന്നലെ വരെ ഞാൻ ഉപയോഗിച്ചതാണല്ലോ, അതെന്താ പെട്ടെന്ന് ഇൻവാലിഡ് ആയത്, എങ്ങനെയാണ് ഇല്ലിസിറ്റ് ആയത്, എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ്റെ കയ്യിലുള്ള ഈ നിരോധിച്ച നോട്ട് എടുക്കുമായിരുന്നോ? അധികാര സ്ഥാനത്തുള്ള ഒരാൾ തീരുമാനമെടുത്തു, ആ തീരുമാനം നടപ്പിൽ വന്നു. അപ്പൊ ഒരു പാനത്തുമ്പിന്റെ ബലത്തില് ഒരു പ്രസ്താവന വന്നപ്പോൾ അത് ഇല്ലിസിറ്റായി മാറുന്നു എന്ന് അങ്ങ് ആക്ഷേപിക്കുന്നത് അങ്ങേക്ക് അധികാരത്തെക്കുറിച്ചോ പേനത്തുമ്പിന്റെ വിലയെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ ഉദ്യോഗത്തെക്കുറിച്ചോ യാതൊരു വിവരവുമില്ലെന്നാണ്. യാതൊരു വിവരവുമില്ല. അങ്ങയുടെ കയ്യിൽ കുർബാന തക്സയുണ്ടെങ്കിൽ അതിൽ 7ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ വാചകം, it is further decreed that all other texts in Malayalam hitherto in use for the celebration of the Holy Kurbana stand abrogated from the date of the promulgation of the new taxa. അതായത് ഇത് നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ 21 നവംബർ 28 മുതൽ 2021 നവംബർ 28 മുതൽ ഈ കുർബാന തക്സം നിലവിൽ വരുമ്പോൾ ഏകീകൃത കുർബാനയുടെ അതുവരെ ഉപയോഗിച്ചിരുന്ന സകല ടെക്സ്റ്റുകളും റദ്ദ് ചെയ്തിരിക്കുന്നു. അത് ആരാണ് ഒപ്പിട്ടിരിക്കുന്നത്? ജോർജ് ആലഞ്ചേരി, അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ്. അധികാരമുള്ള ആള് അതിൻ്റെ നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിച്ച്, നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ച് അദ്ദേഹം ഒപ്പിട്ട് നൽകിയിരിക്കുന്നു. ഇതിന് ശേഷം, അതായത് ഇതിന് അതുവരെ 2021 നവംബർ 28 മുതൽ ഈ ഏകീകൃത കുർബാന ടെക്സ്റ്റ് ഉപയോഗിക്കാവൂ. അതുവരെയുള്ളതെല്ലാം മറ്റതെല്ലാം അബ്രഗേറ്റഡ്, അതെല്ലാം അതിനെല്ലാം എന്താ പറയുക, അബ്രഗേറ്റ് എന്ന് പറയില്ലേ, അതെല്ലാം ഇല്ലിസിറ്റും ഇൻവാലിഡുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സുറിയാനി കൽതായി സഭയുടെ തലവനാണ് ഒപ്പിട്ടിരിക്കുന്നത്. അത് സീറോമാൽ സഭയുടെ തലവൻ. അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് മുമ്പത്തെല്ലാം റദ്ദാക്കിയിരിക്കുന്നു, അബ്രഗേറ്റ് റദ്ദാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ കുർബാന ആഭിചാര കുർബാനയാണ്, മാർപ്പാപ്പയ്ക്കെതിരെ പ്രവൃത്തിയാണ്, അനുസരണമില്ലായ്മ കുർബാനയാണ്, പിശാചുക്കളുടെ കുർബാനയാണ്, സാത്താൻ കുർബാനയാണ് എന്നെല്ലാം ഞങ്ങൾ പറയുന്നത്. അത് നുണയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി, അച്ഛൻ പറയുന്നതാണ് നുണ. മാർപ്പാപ്പയെ അനുസരിക്കാതെ, സഭാധികൾ അനുസരിക്കാതെ, അവരുടെ കൽപ്പനകൾ അനുസരിക്കാതെ ചൊല്ലുന്ന ഈ കുർബാന മാർപ്പാപ്പയ്ക്ക് എതിരായ പ്രവൃത്തിയാണ്, അനുസരണമില്ലായ്മയുടെ കുർബാനയാണ്. അതുകൊണ്ട് തന്നെ അത് പിശാചുക്കളുടെ കുർബാനയാണ്, സാത്താൻ കുർബാനയാണ്. അതുകൊണ്ട് അരികളച്ചോ, ഞങ്ങൾ ഇല്ലേ സഭയുടെ സംരക്ഷകര്, ഞങ്ങളല്ല നുണ പറയുന്നത്. നിങ്ങളുടെ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാണ്. ഈ ആലഞ്ചേരി പിതാവിന്റെ ഈ റദ്ദാക്കൽ കൽപ്പന കൂടാതെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന്. നിങ്ങളുടെ ഇല്ലിസിറ്റ് കുർബാന കാണുന്നവരെ കുമ്പസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി. കാരണം ഇത് മാർപ്പാപ്പയ്ക്കെതിരായ കുർബാനയാണ്, അനുസരണമില്ലായ്മയുടെ കുർബാനയാണ്. അതിൽ പങ്കെടുത്താൽ നിവൃത്തികേടോട് പങ്കെടുക്കാൻ വരുന്നു. അത് നിങ്ങൾ ആ ജനങ്ങളുടെ ശാപം മുഴുവൻ നരികുളച്ചോ അങ്ങയുടെയും അങ്ങ് പ്രതിദാനം ചെയ്യുന്ന വിമത വൈദികരും തലയിൽ വന്ന് വീഴും. കർത്താവ് അവരുടെ സങ്കടം കേൾക്കാതെ പോകില്ല. ഇത് ശാപമൊന്നുമല്ല, വേദനയാണ്, സങ്കടമാണ്. പിന്നെ നിങ്ങൾ ആഭിചാര കുർബാന, നിങ്ങളുടെ ആ കുർബാന ആഭിചാര കുർബാന എന്ന് പറഞ്ഞ് ഇത് മാത്രമല്ല, അങ്ങയുടെ മൂക്കിന് താഴെ 33 വൈദികര് 16 മണിക്കൂർ ഒരേ ഓസ്തി ഉപയോഗിച്ചിട്ട് ഇല്ലേ കുർബാന അർപ്പിച്ചു. അതിനെ സഭയുടെ തലവൻ മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ തലവൻ, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാർപ്പാപ്പ അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതാണ് ആഭിചാര കുർബാന. ആരാണ് പ്രഖ്യാപിച്ചത്? ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ് അതിന് പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ സാക്ഷ്യം വേണോ നിങ്ങൾ ചൊല്ലിയത്, അങ്ങയുടെ മൂക്കിന് താഴെ ചൊല്ലിയത് ആഭിചാര കുർബാനയാണ് എന്നുള്ളതിന്? അങ്ങനെ ചൊല്ലിയവര് ഓട്ടോമാറ്റിക്കായി സഭയ്ക്ക് പുറത്താണ്. അതാണ് സഭയുടെ നിയമം. ഇനി അവർ തിരിച്ചെടുക്കണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. അവർ പുറത്താണ്. നിങ്ങൾ പുറത്തല്ലെന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ട് കാര്യമില്ല, അവർ പുറത്താണ്. വിവരമുള്ള വല്ല കാനലോയേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. അങ്ങേപോലെ വിവരം കെട്ട ഡോക്ടറേറ്റ് ഉള്ളവരല്ല, ശരിക്കും ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. അങ്ങനെ ആഭിചാര കുർബാന ചൊല്ലിയവർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത്, സഭയ്ക്ക് പുറത്തല്ലേന്ന്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി ഇല്ലാത്തത്, അത് ഞങ്ങളുടെ സുറിയാനി കൽതായ സഭ എന്ന സീറോ മലബാർ സഭയുടെ
നേതൃത്വത്തിന്റെ വീഴ്ച തന്നെയാണ്. അത് ഞങ്ങളുടെ നേതൃത്വം തിരുത്തുമെന്ന പ്രതീക്ഷയാണ് കർത്താവിനോടും കർത്താവിന്റെ സഭയോടും കൂറു പുലർത്തുന്ന സത്യവിശ്വാസികൾ. നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാത്തത് ഞങ്ങളുടെ സഭാ നേതൃത്വത്തിന്റെ ഒരു വീഴ്ചയാണ്. ആ വീഴ്ച തിരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ വീണ്ടും നരികുളച്ചന്റെ വൈവിധ്യങ്ങളെ പൂരിതമായ കുർബാനക്രമമാണ് നമുക്കുള്ളത്. പിന്നെ ലോകത്ത് എവിടെയാണ് യൂണിഫോമിറ്റി ഉള്ളത്? ഫ്രാൻസിസ് മാപ്പ ഒരിക്കൽ പറഞ്ഞു, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് യൂണിഫോമിറ്റിയാണ് സഭയിൽ കലഹമുണ്ടാക്കുന്നത്. ഏകീകരണത്തിന് സ്വേച്ഛാധിപത്യം, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് യൂണിഫോമിറ്റി. എല്ലാവരും ഞാൻ പറയുന്നത് ചെയ്താൽ സമാധാനം ഉണ്ടാകുമെന്ന് പറയും തികച്ച മൂഢമായിട്ടുള്ള പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ് വൈവിധ്യങ്ങൾ നിരവധി സഭകളുള്ളത്? യൂണിഫോമിറ്റികളല്ലല്ലോ എല്ലാ സഭകളിലും ഉള്ളത്. ലത്തീൻ സഭയിൽ തന്നെ വൈവിധ്യങ്ങളില്ലേ? മിലാൻ ഉപയോഗിക്കുന്ന അംബ്രോസിയൻ കുർബാനക്രമമാണ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇത് കേട്ടിട്ടായിരിക്കണം ഇന്നൊരു മലങ്കരക്കാരൻ ഒരു വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അംബ്രോസിയൻ റീത്ത് അനുവദിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ തമാശയായിട്ട് പറഞ്ഞതാണോ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ നരികുളച്ചന്റെ വാക്ക് കേട്ടിട്ടാണ് മിലാനിൽ അംബ്രോസിയൻ റീത്ത് ഉണ്ടല്ലോ, അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയെ അങ്ങനെ ഒരു സ്വതന്ത്ര സഭയാക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് മലങ്കരക്കാരന്റെ വീഡിയോ. മലങ്കരക്കാരന് മലബാറിൽ എന്താണാവോ കാര്യം അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം, അതെല്ലാവരും അംഗീകരിക്കുന്ന രീതിയാണ്. ഇന്ത്യയിലുണ്ടല്ലോ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്. ഈ സംസ്ഥാനം മിക്കതുമെല്ലാം വിഭജിച്ചിരിക്കുന്നത് ഭാഷയുടെ പേരിലാണ്, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മിക്ക സംസ്ഥാനങ്ങളും. അപ്പോൾ വൈവിധ്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും വൈവിധ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും തോന്നിവാസം ചെയ്യാനുള്ള അനുവാദമുണ്ടോ? ഈ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് തോന്നിവാസത്തിനുള്ള അനുവാദമാണോ? സഭയിലും അങ്ങനെയാണ്. ഇല്ല, 24 വ്യക്തിഗത സഭകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചത് ആവർത്തിക്കുകയാണ്. ന്യൂഡൽഹിയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലും ഈ ലത്തീൻ സഭയിൽ ചൊല്ലുന്ന കുർബാനയെല്ലാം ഓരോ അച്ഛനും ഓരോ തരത്തിലുള്ളതാണോ? ഒരിക്കൽ മുണ്ടാണ്ടച്ചൻ പണ്ട് പറയുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിലുള്ളവരൊക്കെ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുമായിട്ട് നിൽക്കുന്നുണ്ട്, അവർക്ക് അതിനാണ് താല്പര്യം. ഞങ്ങളിവിടെ എറണാകുളത്ത് വേറെ ഒരു രീതിയാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ലത്തീൻ സഭയ്ക്ക് ഈ 120 കോടിയോളം അംഗങ്ങളിൽ ലത്തീൻ സഭയ്ക്ക് ഒരു 120 കോടി കുർബാനക്രമങ്ങൾ വേണ്ടി വരുമായിരുന്നല്ലോ, ഓരോ പ്രദേശത്തിനും ഓരോ കുർബാന. എന്തൊരു മണ്ടത്തരം നിങ്ങൾ ഈ പറയണേ. ഈ പിന്നെ അംബ്രോസിയൻ റീത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരണോ എന്താണെന്ന്? ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരുന്നതും, അതുപോലെ ഈ ലത്തീൻ സഭയിലും ഒരുപാട് റീത്തുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഏകീകരണം വന്ന സമയത്ത് ചില സംഗതി വിട്ടുകൊടുത്തിട്ടുണ്ട്. അന്ന് പൗരാണിക റീത്തുകൾക്ക് നിങ്ങളുടെ ഈ 50-50 അല്ല, നിങ്ങളുടെ ജനാഭിമുഖ കുർബാനയ്ക്ക് എവിടെയാണ് ഒരു പാരമ്പര്യം പോയിട്ട്? നിങ്ങൾ പറഞ്ഞ 60 കൊല്ലമൊന്നും ഇല്ല. 62 പാറക്കെട്ട് പിതാവ് തുടങ്ങി 60 പിന്നത്തെ കൊല്ലം തന്നെ റോം അത് നിരോധിച്ചു. അപ്പോൾ ഒരു കൊല്ലത്തെ പാരമ്പര്യം പോലും നിങ്ങൾ പറയുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് സീറോ മലബാർ സഭയിൽ ഇല്ല. 65-ലും 67-ലും തൃശ്ശൂരും തലശ്ശേരിയിലും നിരോധിച്ചു. അന്നുണ്ടായിരുന്ന രൂപതകളാണത്. റോമിൽ നിന്ന് അത് ചൊല്ലരുന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ അന്നും അനുസരണക്കേട് തുടർന്നു. അനുസരണക്കേടിൽ തുടരുന്നത് ഒരു പാരമ്പര്യമാണോ, ഒരു പൈതൃകമാണോ? അതുകൊണ്ട് 60 വർഷത്തെ പാരമ്പര്യം പറയരുത്. 2 വർഷം, അതും കബളിപ്പിച്ച് നേടിയത്. അതിന്റെ പേരും പറഞ്ഞ് അംബ്രോസിയൻ റീത്തും തൊളതോയിലെ കാര്യങ്ങൾ പറയാൻ നാണമില്ലേ നരികുളച്ചോ? നാണമില്ലേ? ഉളുപ്പില്ലേ? ഇങ്ങനെ ഈ നുണകള് സത്യമാണെന്ന മട്ടിൽ പറയാനായിട്ട് ഒരു ഉളുപ്പ് തോന്നണില്ലേ? കുമ്പസാരിക്കാനൊന്നും പോകാറില്ലേ? ആത്മശോധനൊന്നും ഇല്ലേ? വ്യത്യസ്തമായ കുർബാനക്രമം ഐക്യത്തിന് തടസ്സമല്ല. നരികുളച്ചന്റെ വാക്കുകളാണ്. ഐക്യത്തിന് തടസ്സമായി വരുന്നത് മനുഷ്യന്റെ കുബുദ്ധിയും ദുർബുദ്ധിയും നുണകളുമാണ്. അതാണ് അരക്ഷിതാവതയ്ക്ക് കാരണം. ഇത് തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി നരികുളച്ചു. അതായത് ഐക്യത്തിന് തടസ്സമായി വരുന്നത് കുബുദ്ധിയും ദുർബുദ്ധിയും നുണകളുമാണ്. സഭയിൽ ഐക്യത്തിന് തടസ്സമായി വരുന്നത് നരികുളച്ചന്റെ കുബുദ്ധിയും വിമതരുടെ ദുർബുദ്ധിയും അൽമായ മുന്നേറ്റക്കാരുടെ നുണകളുമാണ്. സീറോ മലബാർ സഭ എന്ന സുറിയാനി കൽദായ കത്തോലിക്ക സഭയിൽ ഐക്യത്തിന് തടസ്സമായി വരുന്നത് നരികുളത്തിന്റെ കുബുദ്ധിയും വിമത വൈദികരുടെ ദുർബുദ്ധിയും അൽമായ മുന്നേറ്റക്കാരുടെ നുണകളുമാണ്. അത് തുറന്നു പറഞ്ഞതിന് നരികുളച്ചതിന് നന്ദി പറയുന്നു. ഇനി
വിമത വൈദികരോട്, ഈ അതിരൂപത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ വിമത വൈദികരുണ്ടല്ലോ, അവരോട് എനിക്കൊരു ഉപദേശമുണ്ട്. നിങ്ങളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ, എല്ലാ പരിപാടിയും തകർന്നടിഞ്ഞതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ബുദ്ധി ഉറയ്ക്കാത്ത അല്ലെങ്കിൽ സ്ഥിരബുദ്ധിയില്ലാത്ത നരികുളമച്ചൻ്റെ ഉപദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ് വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞ വീഡിയോയും അദ്ദേഹത്തിൻ്റെ വീഡിയോയും, ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ മനസ്സ് തുറന്ന്, ഹൃദയം അടച്ചിട്ടല്ല, ഒന്ന് തുറന്ന് കേട്ടാൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ, അതിനെന്തെങ്കിലും വിജയിക്കുകയല്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഉപദേശന്റെ റോളിൽ നിന്ന് നരികുളത്തച്ഛനെ മാറ്റിയിട്ട് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളെ വയ്ക്കുക. ഡോക്ടറേറ്റ് ഇല്ലെങ്കിലും സാരമില്ല. വിമത വൈദികരെ, നിങ്ങളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇച്ചിരി വിവരവും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉപദേശകരായിട്ട് വയ്ക്കുക. നരികുളച്ചനൊന്ന് മാറ്റുക. മെത്രാന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇതുപോലെ മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാന്മാരുടെയും അധികാരത്തെ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുകയും പരസ്യമായി ചോദ്യം ചെയ്യുകയും അവരെ ഇന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പരസ്യമായി പഠിപ്പിക്കുകയും അധികാരികൾ, മാർപ്പാപ്പത്തുള്ള അധികാരികൾ പേനത്തും കൊണ്ട് പലതും എഴുതും, അതൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നരികുളത്തെയും അതുപോലെയുള്ള വൈലിക്കോടനെയും ഇന്ന് തന്നെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുക മെത്രാന്മാരെ. ഇല്ലെങ്കിൽ ഈ സഭയെ, ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഈ സഭയെ നശിപ്പിക്കുന്നതിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴികഴിവുണ്ടാവുകയില്ല. വിമത വൈദികരെ അനുസരിക്കരുതെന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിശാചിന്റെ വഴിയിലാണെന്ന് നിങ്ങളുടെ ചെവിയിൽ ആണ് മാർപ്പാപ്പ പറഞ്ഞത്. പരസ്യമായി പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിമതരുടെ വഴി പിശാചിന്റെ വഴിയാണെന്ന് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെയും 4-5 മെത്രാന്മാരുടെയും സന്നിധിയിൽ ആണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞത്. ഈ മാർപ്പാപ്പയുടെ വാക്കുകൾ നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം. പിശാചിനോട് പടവെട്ടാത്തവർ പിശാചുമായി സഖ്യത്തിലാണ്. അനീതിയോട് നിസ്സംഗത പുലർത്തുന്നവർ അനീതിയിൽ പങ്കാളികളാണ്. നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാണ് ഞങ്ങൾ സത്യവിശ്വാസികൾക്കുള്ള ആഗ്രഹം, പ്രാർത്ഥന. നമ്മുടെ സീറോ മലബാർ സഭ എന്ന സുറിയാനി കൽതായി കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്ക് ധൈര്യം കിട്ടാനും ധാർമ്മികമായി ശക്തി കിട്ടാനും നരികുളമച്ചന് സുബോധവും ഉണ്ടായി മാനസാന്തരം ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.